നമ്മുടെ തല എടുത്തിട്ടില്ലേ? അപ്പൊ മച്ചമാരെ ഇത് കണ്ട തലക്കറി വെക്കാൻ വേണ്ടി നമ്മ തലക്കറി ഇത്രയും വലിയ ടൂണ വന്നിട്ടുണ്ട് നമ്മുടെ ചൂര എന്നൊക്കെ പറയുന്ന നാട്ടില്. അപ്പൊ മച്ചാന്റെ റെസിപ്പി വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇത്രയും വലിയ തലക്കറി നല്ല കപ്പയും വെക്കാൻ വേണ്ട. അപ്പൊ മച്ചമാര് നമ്മുടെ കടുക് പൊട്ടിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് തലക്കറിക്ക് നല്ല കൊടംപൊളി പളപളാന്ന് തിളക്കുന്നുണ്ട്. കപ്പയും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പട്ടപ്പട്ട നമുക്കില്ലേ ഷാപ്പില് നമുക്ക് ചൂരക്കറി തലക്കറി എന്നൊക്കെ കേട്ടല്ലേ, നമുക്ക് കപ്പല് അതുപോലെ തന്നെ ചൂരക്കറി തലക്കറി ഉണ്ടാക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കണം, മാറ്റി വെക്കാം. എന്നിട്ട് മോനെ നല്ല ഗാർലിക് അങ്ങ് ഇട്ട് കൊടുക്കുക. ജിഞ്ചർ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് പെടക്കട്ടാ. അപ്പൊ മച്ചാനെ പൊളി തലക്കറി ഷാപ്പില് തലക്കറി കപ്പലൊക്കെ ഉണ്ടേക്കാം. കപ്പില് അടിപൊളിയായിട്ട് കൊടംപൊളിയാക്കിട്ട് അവ കവണത്. അപ്പൊ മച്ചാനെ ചൂട് കറക്റ്റ് ആയിട്ട് നോക്കണോട്ടെ, അല്ലെങ്കിൽ ചൂട് കൂടിയാൽ ഇതൊക്കെ കരിഞ്ഞു. ഇപ്പൊ മച്ചാന് നല്ല ഓനിയനെ അങ്ങോട്ട് കൊടുക്കട്ടാ. ഓനിയനും കൂടി അങ്ങാട് ഇട്ട് കൊടുക്ക. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്ന കാര്യം ഈ ഒരു ചൂരക്ക് നല്ല കൂടുതൽ ടൂണൊക്കെ കുറച്ച് ഉലുവ ഇടണം. നല്ല അതിന്റെ ഒരു മണോ സ്മെല്ലൊക്കെ മാറിയിട്ട് അടിപൊളി ഒരു സ്മെല്ലൊക്കെ വരും. എന്റെ മച്ചാന് കടുക് വറ. ഓക്കെ, അപ്പൊ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി കറിവേപ്പിലാണ്ട് എന്ത് തലക്കറി അല്ലേ. അപ്പൊ മച്ചാനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും വേണ്ട. ഓഫർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഷ് ടു ഹോമിന്റെ ഓഫർ എല്ലാവർക്കും അറിയാല. അടുത്ത മാസം 11-ാം തീയതി വരെ ഉള്ളൂ. ഈ കാണുന്ന പ്രമോ കോഡ് വെച്ചിട്ട് നമ്മുടെ ഫ്രഷ് ടു ഹോമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചാലേ 1 കിലോ 299 രൂപ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചാൽ മതി. 1 കിലോ ചിക്കൻ കറി പീസ് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടും. 200 അങ്ങാട് തരും. ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാ നമ്മുടെ ഫ്രഷ് ടു ഹോം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. ജസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം വീട്ടിലെത്തും വിത്ത് ഓഫർ വിത്ത് ക്യാഷ് ബാക്ക്. മനസ്സിലായാ? അപ്പൊ മച്ചാനെ ഇതങ്ങാട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ മച്ചാനെ കുറച്ചധികം നല്ല പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ല കടുക് വറ അവിടെ ഇടാം. പൊളി സാധനമായിട്ടുണ്ട്. അപ്പൊ മച്ചാനെ ഇനി കുറച്ച് നാളും കൂടെ ഉള്ളു ഞാൻ കപ്പലിൽ നാട്ടിലോട്ട് വരാൻ പോവുകയാണ്. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഇഷ്ടംമാരെ പരിപാടികളും ഇവന്റും എന്താ പറയാ കുറെ ജോബിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ മീറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ മച്ചാനെ ഇതേ കപ്പയിൽ ഉപ്പിടാൻ മറന്നു. അപ്പൊ കപ്പയിൽ കുറച്ച് ഉപ്പിടാം. കുറച്ച് തക്കാളിയും ഓനിയനും കൂടെ അങ്ങോട്ട് ജ്യൂസ് അടിച്ചെടുക്കട്ടാ. ഇവന്റെ ഗ്രേവിക്കാണ് പൊളി ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. നല്ല കപ്പൽ തലക്കറി. ചൂരയുടെ തലക്കറി വെച്ചിട്ടുണ്ട. കപ്പല് തലക്കറി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ മച്ചന്മാരെ. അപ്പൊ അത് നമ്മ ഉണ്ടാക്കണം മോനമ്പം സ്റ്റൈല് തലക്കറി വേണ്ട. അപ്പൊ മച്ചാനെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മ 5 കിലോ ടൂണ എടുത്തേക്കണം. ആ വലിയ ഒരു ടൂണില്ലേ. അപ്പൊ മച്ചാനെ ഒരു 5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞപ്പൊടി അത്രയും ഉള്ളട്ടോ. വേറെ അധികം മസാല ഒന്നുമില്ല ഇതിന്റെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കറികൾക്കില്ലേ വെറും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മാത്രമേ ഇടുള്ളൂ. ഇതാണ് ഇതിന്റെ സീക്രട്ട്. അല്ലാണ്ട് വലിയ സീക്രട്ട് ഒന്നുമില്ല. എന്നിട്ട് തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കുക. 5 കിലോ ടൂണ എടുത്തേക്കണത്. 10 കിലോന്റെ നമ്മ അത് വെട്ടിയേട്ടാ. പകുതി ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് വേറെ ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട്. മച്ചാനെ 5 കിലോ ഉണ്ട്. ബോൺലെസ് ആണ് വിത്ത് തല. ഈ ഒരു മൊരി ടൈമിൽ നമുക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഇവനങ്ങടെ ഇളക്കാം. ഓഹോ ഇങ്ങനത്തെ അടിപൊളി നാടൻ ഡിഷുകളാണ് നമ്മുടെ കപ്പല് നമ്മൾ ഉണ്ടാക്കുന്നത്. കപ്പലും ഹോട്ടലും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. കപ്പലും നമ്മുടെ വീട് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ റെസിപ്പീസ് ആണ് നമ്മുടെ പിള്ളേർക്ക് ഇവിടെ വെച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. റോജാനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പൊളി സാധനം ഇടണ്ട. ഇതൊന്ന് വാടണ ടൈമിൽ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടാം. കുറച്ച് വറ്റൽമുളക് കിട്ടോട്ടാ. നല്ല പഞ്ച് കിട്ടും. അടിപൊളിയാണ്. വറ്റൽ ഇൻസ്റ്റാഗ്രാമിൽ കുറെ മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ജോബ് റിലേറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജോബിന്റെ കോഴ്സിന്റെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പോയി കാണാം. ലിങ്ക് ബയോയിലുണ്ട്, അല്ലെങ്കിൽ വിച്ചു സെയിലർ എന്റെ ചാനൽ. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ ലേറ്റസ്റ്റ് ജോബ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ. അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. നാട്ടിൽ വന്നാൽ അടിപൊളി കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ് ടു ഡേറ്റ് കാര്യങ്ങളും ഗീവ് അവേ ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും കൂടാതെ യൂട്യൂബും ഫോളോ ചെയ്യാൻ മറക്കാം. മച്ചാനെ ദേ നല്ല അടിപൊളി ചിക്ക് ഗ്രേവി ആകാനായിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റും മറ്റേ ഓനിയൻ പേസ്റ്റും കൂടെ അങ്ങാടി ഇതിലോട്ട് ഇട്ട് കൊടുക്കട്ടാ. ഓഹോ. അപ്പൊ മച്ചമ്മ ഇത് വെറുതെ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. സിമ്പിൾ റെസിപ്പിയും അപാര ടേസ്റ്റുമാണ് ഇനി. അപ്പൊ മച്ചാനെ ഇതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും വെക്കണത്. അവര് കുറച്ച് ചില്ലി പൗഡർ കാര്യങ്ങൾ കയറ്റിയൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഒന്നും മനസ്സിലാവരുത്. എരിവ് മാത്രമായിരിക്കണം. എടുത്തില്ലേ? അങ്ങനത്തെ ഒരു ഡിഷുകളാണ് നമുക്ക് ഷോപ്പിലേക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് അതുപോലെയല്ല. നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ ആ സ്വാദ് കിട്ടും. അപ്പൊ എരിവൊക്കെ കറക്റ്റായിട്ട് അളന്ന് തന്നെ ഇടാം കേട്ടോ. റെസിപ്പി ഫോളോ ചെയ്യുക. ഫുള്ള് വീഡിയോ കണ്ടാലേ
ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബിൽ കണ്ട് കുക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അത് നിരീക്ഷിച്ചിട്ട് എന്താണ് ഇടണേന്ന് കണ്ടിട്ട് എല്ലാവരും കുക്ക് ചെയ്യുക. അപ്പം അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പം മച്ചാനെ ഞാനിങ്ങനെ ഈ സംഭവം ഈ അരപ്പിട്ടില്ലേ, ഈ അരപ്പിട്ടിട്ട് നല്ലോണം ഇത് വേവണോട്ടോ. ആ പച്ച ചോ മാറണം. അതാണ് പറഞ്ഞത്, നമ്മൾ നിരീക്ഷിക്കണം വീഡിയോ. ആ ഒരു കളറും ടെക്സ്ചറും എപ്പോഴാണ് ഇട്ടത്, എങ്ങനെയാണ്, എത്ര നേരം വേവിച്ചു, ഇതെല്ലാം നിങ്ങൾ നിരീക്ഷിക്കണം കേട്ടോ. അപ്പം മച്ചാനെ കുക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കണ്ടിട്ട് പോകും. പക്ഷേ കുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വീട്ടിൽ ഇത് പരീക്ഷിക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു അടിപൊളി തിക്നെസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കുടംപുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുടംപുളിയില്ലേ നിങ്ങൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം ആ ഒരു 15 മിനിറ്റെങ്കിലും തിളപ്പിച്ചിട്ട് കുടംപുളി ഒഴിച്ചാലല്ലേ നല്ല പൊളപ്പൻ ഫ്ലേവർ ആയിരിക്കും ഇതിന്. എൻ്റെ അമ്മേ, ഇത് കഴിഞ്ഞിട്ട് ഈ ടൊമാറ്റോൻ്റെ ആ ഒരു ഗ്രേവി, ആ ഒരു ജ്യൂസ് ഇട്ടിട്ട് വേണം ഈ കുടംപുളി ഇടാനുണ്ട് കേട്ടോ. മാറിപ്പോരുത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ. എന്നിട്ട് ഇത് അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തിളക്കാം. അപ്പം മച്ചാനേ നമ്മുടെ തുളു വന്നിട്ടുണ്ട് ഈ ഗ്രേവി ഇങ്ങനെ തിക്കാവും. അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരട്ടാ. അപ്പം ഇത്തിരി ഉപ്പ് നോക്കാം, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇടണേന് ഒരു ടൈം ഉണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഇട്ടാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇതാണ് ദ ബെസ്റ്റ് ടൈമാണ് ഉപ്പിടാൻ മീൻകറിയിൽ കേട്ടാ. പിന്നെ നമ്മ മീനിൽ ഓൾറെഡി ഉപ്പ് പെരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് കൊണ്ട് നിങ്ങൾ ഉപ്പിടാൻ. ഇനി എൻ്റെ ഒരു സീക്രട്ട് റെസിപ്പി ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഇതിന്റെ ആ ഉപ്പും പുളിയും എല്ലാം കൂടി ബാലൻസ് ആവാൻ കുറച്ച് പഞ്ചസാര, ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പ കേട്ടാ. എന്നിട്ട് ഇത് അങ്ങോട്ട് ഇളക്കായിട്ടുണ്ട്. ഇനിയാണ് മോനെ എവിടെ ആളെന്തി ആള് പോയാ. ഇനിയാണ് ഇത് കണ്ടായ ഇവനെ അങ്ങനെ ഇറക്കി വെക്കാൻ പോയണ്ട. അപ്പൊ തലക്കറി വെക്കുമ്പോ എപ്പോഴും തല ആദ്യം ഇടാ, കഷ്ണം ഇടരുതട്ടെ മോനെ. ഈ തല അങ്ങാട് മുക്കി അങ്ങോട്ട് വെക്ക. അടി വേവട്ടെ കേട്ടാ. എന്നിട്ട് മച്ചന്മാരെ തേങ്ങാപ്പാല് അടിപൊളി സാധനം അങ്ങാട് ഒഴിച്ചു കൊടുക്കട്ടാ. ഓഹോ മച്ചനെ റഫദറാണ് ഇവിടെ കണ്ടാ. നിങ്ങക്ക് ഹോട്ട് പ്ലേറ്റിലോട്ട് നോക്കിയാൽ അറിയാം. അങ്ങാടും ഇങ്ങാടും ഈ ഇങ്ങനെ ഈ ലിക്വിഡ് അങ്ങോട്ട് ചേഞ്ച് ആവണണ്ട. അപ്പൊ ജൂൺ ജൂലൈ മാസത്തിൽ, റോജാപ്പൂവിൻ മാസത്തിൽ ഇവിടെ ഭയങ്കര റഫായിരിക്കും. അതാണ് സംഭവം. ഇത് പരിപ്പാണ്, പരിപ്പിന്റെ തടുക്കാണ്. തലമച്ചാൻ കിടന്നങ്ങാട് ഈ സൈഡ് വെന്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങോട്ട് മൂടി വെക്കാം. ഓക്കെ. അപ്പം മച്ചാനെ നമ്മുടെ തലയുടെ ഒരു വശം അങ്ങോട്ട് വെന്ത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്കില്ലേ നമ്മുടെ ആ ഒരു ബാക്കിയുള്ള ആ ഒരു കഷ്ണങ്ങളൊക്കെ അങ്ങാട് ഇട്ട് കൊടുക്കട്ടെ അതില് സൈഡിൽ. അപ്പൊ മച്ചാനെ റഫ് വെതറാണ് ജൂൺ ജൂലൈയിൽ. എൻ്റെ പൊന്നളിയാ, നിങ്ങളിത് കാണുന്നുണ്ടോ? കണ്ടോ ഇങ്ങനെ നിങ്ങൾ വീട്ടിൽ കറി വെക്കുമ്പോ ഇങ്ങനെ ഗ്രേവി പൊന്തി വരാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ കടലിൽ വെക്കുമ്പോ ഇങ്ങനെ പൊന്തി വരാറ്. കാരണം എന്ന് വെച്ചാൽ കപ്പൽ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെറിയ ഇളക്കമാണ്. ഇനി എൻ്റെ സ്റ്റാൻഡ് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതേ പണിയായിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ മച്ചാനെ ഇവിടെ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കില്ലേ തല അങ്ങോട്ട് മറിച്ച് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പുറത്തെ വശം ഇത് വേവട്ടെ. അപ്പോൾ തല അങ്ങോട്ട് മറിച്ചിടാം. കണ്ടോ പൊളപ്പനായിട്ടുണ്ട്. മൂടി വെക്കാം. ഉപ്പുണ്ട്, എല്ലാം ഉണ്ട്. പൊളിയാണ്, ചൂടാണ്. ജൂലൈ ആണ് മച്ചാനെ. ജൂലൈ മാസമാണ്. ഭയങ്കര ചൂടാണ്. ചൂടും പിന്നെ പുറത്ത് റഫ് വെതറും എല്ലാം കൂടി എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ചലഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ചൂടും ചലഞ്ചസ് ഒക്കെ വരും. ഞാൻ ഇത് എന്നറിയോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഓർഡർ ചെയ്യും. എന്നിട്ടാണെന്ന് അറിയാൻ വെച്ചാനിത് സ്റ്റാർബക്സിന്റെ കോൾഡ് കോഫി. ഏതെങ്കിലും കമ്പനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കാൻ കൊടുക്കുന്നുണ്ടോ? അപ്പൊ നല്ല ചൂട് വരുമ്പോൾ ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് അടിപൊളി. അപ്പൊ മച്ചാനെ അപ്പൊ ഈ സ്റ്റാർബക്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്യണേന്ന്. നമുക്ക് ഈ മീൻതല തൊട്ട് എല്ലാ ഐറ്റംസും ഞാനാണ് ഓർഡർ ചെയ്യണത്. അപ്പൊ ഒരു ദിവസം ഒരാൾ എത്ര രൂപക്ക് കഴിച്ചു, ഒരു ദിവസം $9 വരെ ഒരാൾക്ക് കൺസ്യൂം ചെയ്യാം. അപ്പൊ ഇൻറ്റു 28, പിന്നെ അത് 30 ദിവസമൊക്കെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇത്ര $, എന്നൊക്കെ പറഞ്ഞ് കമ്പ്യൂട്ടറിലൊക്കെ കുറച്ച് ടാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ടാണ് മാസം വിച്വലിംഗ് റിപ്പോർട്ടൊക്കെ നമുക്ക് കമ്പനിക്ക് കൊടുക്കണം. ഇത്ര സാധനങ്ങൾ യൂസ് ചെയ്ത് ഇത്ര രൂപയുടെ സാധനങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്തു. ഈ ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ്, അത് എത്ര $, ഏത് രാജ്യത്താണ് വന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് കമ്പ്യൂട്ടറിൽ ഒരു ദിവസം കാണിച്ചു തരാം. അല്ലാണ്ട് ചുമ്മാ ഇവിടെ വന്നിട്ട് ഹോട്ടലിലെ ജോബ് മാത്രം ഷെഫ് എന്ന് പറഞ്ഞാൽ, കപ്പലിലെ ഷെഫ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് മാത്രമല്ല, പ്രൊവിഷൻ കൺട്രോൾ, വിച്വലിംഗ്, മെനു പ്ലാനിങ്, പിന്നെ എല്ലാ കാര്യങ്ങളും കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഈ ചീഫ് കുക്ക് എന്ന് പറഞ്ഞാൽ
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു നോക്കണോട്ടെ. അല്ലാണ്ട് എനിക്ക് കുക്കിംഗ് അറിയാം, എനിക്ക് ടാലന്റ് ഉണ്ട്, കുക്ക് ചെയ്യാൻ അറിയാന്ന് വെച്ചിട്ട് കപ്പലിലോട്ട് വരരുത്. ഇവിടെ കുക്കിംഗ് മാത്രമല്ല വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ പ്രൊവിഷൻ ഓർഡർ ചെയ്ത്. ഒരു ആപ്പ് ഉണ്ട്, ആപ്പിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിക്കൻ ടൈപ്പ് ചെയ്താൽ ചിക്കൻ വരും, അതിൻ്റെ പിക്ചർ വരും. വിങ്സ് വേണോ, ബ്രസ്റ്റ് വേണോ, ബീഫ് ടെൻഡർലോയും വേണോ, മട്ടൻ ബോൺ വിത്ത് ബോൺ വേണോ, ബോൺലെസ് വേണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി പൈസ ഉണ്ടാവുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ പ്ലേ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർബക്സ് ഒക്കെയാണ് ഏതെങ്കിലും കമ്പനിയിൽ സ്റ്റാർബക്സ് ഒക്കെ ഇങ്ങനെ ടീ ടൈമിൽ കുടിക്കാൻ കൊടുക്കണ്ട മച്ചാനെ കമൻറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പലിൽ കൊടുക്കണ്ട കമൻറ്റ് ചെയ്യും. ഞാൻ നമ്മുടെ പിള്ളേർക്ക് സ്റ്റാർബക്സ് ഒക്കെ കൊടുക്കണം. ഇത് മുടി വെച്ച് കഴിക്കട്ടാ. അപ്പം മച്ചാനെ നല്ല തള തുളുന്ന് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇവന്റെ ഉപ്പ് നോക്കാം. ഒരു 15 മിനിറ്റ് ഇരുന്ന് വെന്തിട്ടുണ്ട്. അപ്പം മച്ചാനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വിച്ചുലിംഗ്, മെനു പ്ലാനിങ് എന്താ കാര്യങ്ങളൊക്കെ ഇവിടെ ചീഫ് കുക്ക് ചെയ്യണമെന്ന്. അപ്പം മച്ചാനെ ഇതൊക്കെ ശരിക്കും 5 സ്റ്റാർ ഹോട്ടലിൽ അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലിലായാലും എക്സിക്യൂട്ടീവ് ഷെഫാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷെഫ് അസിസ്റ്റന്റ് എന്ന് പറയും. അപ്പം അവർക്കാണ് ഈ പ്ലാൻ ഉള്ളത്. സാധാരണ ഹോട്ടലിലെ ഷെഫുമാർ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുത്താൽ നോർത്ത് ഇന്ത്യൻ ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡ്, ചൈനീസ് ഫുഡ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്താൽ അവിടെ ഫുഡ് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, പോവുക, അത്രയുള്ള അവരുടെ പരിപാടി. അല്ലാണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവരെ പണിയല്ല. അപ്പം മച്ചാനെ നിങ്ങൾ എത്ര വലിയ നാട്ടിലെ കുക്കായാലും ഇവിടെ വന്നാൽ കപ്പലിൽ ഷെഫായിട്ട് വന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചിരിക്കണം. അത് നിങ്ങൾ കമ്പനിയിൽ സെലക്ട് ആയാലും അവർ കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തരും. അല്ലാണ്ട് ഇത് വേറൊരു കോളേജും കാര്യങ്ങളും പഠിപ്പിക്കാനുള്ള. പിന്നെ കോഴ്സിൽ വളരെ കുറച്ച് മാത്രം കാൽക്കുലേഷൻസും പിന്നെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ഇതൊക്കെ ഓർഡർ ചെയ്യാമെന്ന് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാ കമ്പനിയുടെയും സിസ്റ്റം, പ്രൊവിഷൻ ഓർഡർ ചെയ്യുന്ന സിസ്റ്റം, ഈ സാധനങ്ങൾ വാങ്ങാനുള്ള സംഭവം ഓർഡർ ചെയ്യുന്ന സിസ്റ്റം എല്ലാ കമ്പനിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനത്തെ ഒരു ആപ്പ് ആണെങ്കിൽ വേറൊരു കമ്പനി എല്ലാം ഒരു ആപ്പ് വെച്ചിട്ടാണ്. ആ ആപ്പിൽ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്താലും ആ സാധനത്തിന്റെ ലിസ്റ്റ് വരും, ക്വാണ്ടിറ്റി വരും, പ്രൈസ് വരും, ഇന്ന രാജ്യത്തുനിന്ന് വരും, ആ ഡോളർ ആ ഒരു കറൻസി കൺവേർട്ട് ആക്കി വരും. അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ കമ്പനി ഒരു മാസം ഇത്ര രൂപക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് തന്നാൽ അപ്പൊ എത്ര രൂപക്ക് നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും, അതൊക്കെ അനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മാസം എത്ര സാധനങ്ങളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു മനസ്സിലായ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ടാലി ആയിട്ട് വെട്ടിക്കുറച്ച് കാണിച്ച് മന്ത്ലി റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി മാസാവസാനമൊക്കെ ക്യാപ്റ്റനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തത് കമ്പനി കഴിച്ച് അതൊക്കെ അപ്രൂവലൊക്കെ കിട്ടി കുറെ സംഭവമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വെറുതെ കുക്കിംഗ് മാത്രമല്ല. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ കുക്ക് ചെയ്യണം അത്രമാത്രം നിങ്ങൾക്ക് കാണുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ ഞാൻ വിച്വലിങ് നോക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കമ്പ്യൂട്ടറിൽ സാധനങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് എല്ലാം ഓരോ ദിവസം അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പം മച്ചാനെ കുക്കിംഗ് മാത്രമല്ല, ചീഫ് കുക്കിൻ്റെ മർച്ചന്റ് നേവി ഷിപ്പിലെ ഷെഫിന്റെ ജോബ് കുക്കിംഗ് മാത്രമല്ല. അപ്പം മച്ചാനെ അവസാനം നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ. കറി റിലീവ്സിലാണ് എന്ത് തലക്കറിയല്ലേ മച്ചാൻ ഇല്ലേ. മച്ചാനെ കുറച്ച് വിനീഗർ ഇല്ലേ, ഏറ്റവും അവസാനം കുറച്ച് വിനീഗർ അങ്ങാട് താളിച്ചു കൊടുക്കട്ടാ. പൊളി സാധനവും വിനീഗർ ഒഴിച്ചാല്. ഇതെല്ലാം കഴിഞ്ഞ് ദേ പച്ച വെളിച്ചെണ്ണ എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവേണ്ട കുറച്ച് എന്തിട്ടാണ് തരും പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഷോപ്പിലൊക്കെ പോയി ഹോട്ടലിലൊക്കെ പോയി കഴിച്ചാലേ എത്ര എരിവുണ്ടെങ്കിലും ഇല്ലേ ഒരു ചെറിയൊരു മധുരം അത് ബാലൻസ് ആയി നിൽക്കണ്ടോ, ആ ഒരു ടേസ്റ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ. അത് ഈ ഒരു ചെറിയ തിരി ആ ഒരു പഞ്ചസാര ഇടുമ്പോൾ കിട്ടണ ആ പഞ്ചാണത് മനസ്സിലായ വേറെ ടേസ്റ്റാണ്. എന്നിട്ട് ഇത് ഇപ്പുറത്തോട്ട് മറിച്ചിടാം പിന്നെയും കേട്ടാ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ ഒരു ഇരുന്ന ചൂടിലും രണ്ട് സൈഡും പ്രോപ്പറായിട്ട് വേവും കേട്ടോ. ഫൈനലി കുറച്ച് കൊറിയാണ്ടർ ലീഫ് അങ്ങോട്ട് ഇട്ടെടുത്തല്ലേ ഈവൻ ഗംഭീരായി വളപ്പനായി. എന്നിട്ട് അങ്ങോട്ട് മൂടി വെക്കാം. അപ്പൊ തലക്കറി തല തിളക്കണണ്ട. അപ്പൊ ഇവനെ കപ്പയും കൂടെ അങ്ങോട്ട് പിടിച്ചാലോ, കടയിൽ ഓരോരുത്തിരുന്നിട്ട് സമാധാനമായിട്ട് തിന്നാ. അപ്പം മച്ചാമാരെ ഇങ്ങോട്ട് കണ്ടാ അവിടെ തല നമ്മുടെ തല മച്ചാൻ കളിക്കണ്ടാ. ഓ ചേട്ടാ നമ്മുടെ തല അങ്ങനെ എടുത്തിട്ടില്ലേ, നിലത്ത് പോകല്ലേ അതല്ലേ. എന്നിട്ട് കുറച്ച് ഗ്രേവി ഇങ്ങോട്ട് മോളിട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുക്കട്ടാ. കണ്ണിന്റെ ഉള്ളിൽ പൊട്ടങ്ങട് കണ്ണേരി ഉണ്ടാ മോനി. അപ്പം മച്ചമാരത് കണ്ട നല്ല തലക്കറി പൊളി സാധനം. കടലിൽ ഇത്തിരി റഫാണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ട ഭൂകറിയൊക്കെ കേട്ടാ. അപ്പൊ മച്ചാനെ ഈ കടലിളക്കത്തിൽ നല്ല അടിപൊളി തലക്കറി ഉണ്ടാവും. എടുക്കാൻ വേണ്ടി ഇത് 10 കിലോത്തിന്റെ ടൂണയുടെ തല ഉണ്ടോ എന്റെ പൊന്നാളി. ഇത് 2 കിലോ ഒരു 3 കിലോ എങ്കിലും തലയുണ്ട് കേട്ടോ. അപ്പൊ മച്ചാനെ ഇതിന്റെ എവിടെ തുടങ്ങണോന്ന് എനിക്കൊരു പിടുത്തില്ല. എന്നാലും ആ പീസ് നിലത്ത് പോയി മച്ചാനെ. എന്നാലും കുഴപ്പമില്ല, ആരും കൊതിയിട്ടുണ്ട് എന്റെ വീഡിയോയില്. എന്നാലും കുഴപ്പമില്ല മച്ചാനെ,
തലയുടെ മോളിൽ നിന്ന് അങ്ങനെ എടുത്തിട്ടില്ലേ, നല്ല മുളകിട്ട പൊളി സാധനം. അത് നല്ല കപ്പയും ഒരു കടയുടെ നടുക്ക് നല്ല ഷാപ്പിലെ കറി പോലെ നല്ല ചൂരയുടെ തലയില്ലേ എത്ര ഉണ്ട്. ഇത് ഞാൻ അങ്ങോട്ട് ഫുള്ള് കഴിക്കാൻ പോയി. കണ്ണിന്റെ ഉള്ളിൽ കപ്പ കയറിപ്പോയി പാവത്തിന്റെ. നല്ല ഷാപ്പിലെ തലക്കറി കഴിച്ചിട്ടുള്ളൂ, കപ്പല്ല തലക്കറി കഴിച്ചിട്ടുണ്ടോ. അതെ ഫോളോ ചെയ്തോ. അപ്പം മച്ചാനെ എന്റെ പൊന്നളിയത് ഇതിന്റെ ഉള്ളിൽ ആ ഒരു കഴമ്പ് വേണ്ട ഇതാനം. അപ്പൊ മച്ചാൻ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കണ്ട്, കാണാൻ മറക്കാതിടാ. ഇത് ഡൈനോസറിന്റെ നഖം പോലെ ഉണ്ടല്ലോ ദൈവമേ. പിന്നെ അങ്ങോട്ട് പൊളിച്ചു തരാ. ഓ തലക്കറി എന്ന് പറഞ്ഞ പോലെ ഇതാണ് തലക്കറി. മച്ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതിടാം. അപ്പൊ മച്ചാനെ നമ്മുടെ ഫ്രഷ് ടു ഹോമിന്റെ ഓഫർ നടക്കണ്ട കേട്ടോ. അപ്പൊ അടിപൊളി ചിക്കൻ കറി പീസൊക്കെ വെറുതെ കൊടുക്കണ്ട. ഒരു 299 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചാല് പ്ലസ് നമ്മുടെ പ്രമോ കോഡ് വെച്ചിട്ട് 200 ക്യാഷ് ബാക്കും. പിന്നെ മച്ചാനെ അടിപൊളി ഓഫേഴ്സ് ഫ്രഷ് ടു ഹോമിലുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തോ മച്ചാന്. അപ്പൊ ഇന്ത്യ ഫുള്ള് അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രഷ് ടു ഹോമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ മറക്കരുത്. അപ്പൊ ഇവനെ ഞാൻ അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോയാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ, കൈ കഴിച്ചോണം. ഇതുപോലെ അടിപൊളി വീഡിയോസിന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നടുക്കടയിൽ കടയിൽ ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പൊ മതിയാണ് ടൂണക്കറിയും നല്ല തലക്കറിയും കപ്പയും കടലില്